പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 28-ാം തീയതി വെള്ളിയാഴ്ച. ഫെബ്രുവരി മാസത്തിലെ അവസാന ദിവസം, ധനഹാകാലത്തിലെ അവസാന വെള്ളിയാഴ്ച. മരിച്ചവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാനുള്ളൊരു ദിവസമാണല്ലോ ഇന്ന്. നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണം മൂലം വേർപെട്ടു പോയിട്ടുള്ള പ്രിയപ്പെട്ടവരെല്ലാവരെയും നമുക്ക് ഓർത്ത് അവരാത്മാക്കൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം. നല്ല ദിവസം തന്ന നല്ല തമ്പുരാനെ, അങ്ങേക്കൊരായിരം നന്ദി പറയുന്നു. ഈ ദിവസം മുഴുവനും ഞങ്ങളോട് കൂടെ അങ്ങ് ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 33-ാം വചനം നമുക്ക് ധ്യാനിക്കാം. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും. അന്ത്യവിധിയുടെ പശ്ചാത്തലം. വലതുഭാഗത്ത് നിൽക്കുന്നത് ചെമ്മരിയാടുകളാണ്. അവയെക്കുറിച്ച് ഇന്ന് നമുക്ക് ധ്യാനിക്കാം. ചെമ്മരിയാടിൻ്റെ രോമം വളർന്നുകൊണ്ടേയിരിക്കുന്നു. രോമം വെട്ടിയെടുക്കുമ്പോൾ അത് യാതൊരു അസ്വസ്ഥതയും പ്രകടിപ്പിക്കാറില്ല. മറ്റുള്ളവർക്ക് വസ്ത്രമാകാൻ, തണുപ്പകറ്റാൻ അതിൻ്റെ രോമം കാരണമായി മാറുന്നു. 2 മാസം കഴിയുമ്പോഴേക്കും വീണ്ടും ആ രോമം പഴയ പോലെ ആകുമെന്ന് അവനറിയാം. വീണ്ടും വെട്ടാനായി നിന്നുകൊടുക്കാൻ ചെമ്മരിയാടിന് മടിയില്ല. നന്മ ചെയ്യുന്നതിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ പഠിച്ചാൽ പിന്നീട് ഒരിക്കലും നാം അതിൽ നിന്ന് പിന്മാറില്ല. കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും നമ്മുടെ സമ്പത്ത് തീരില്ല. വിധവയുടെ കലത്തിലെ മാവ് പോലെ അത് പിന്നെയും നിറഞ്ഞുകൊണ്ടേയിരിക്കും. കർത്താവേ, മടുപ്പ് കൂടാതെ നന്മകൾ ചെയ്ത് അന്ത്യവിധി ദിനത്തിൽ നിൻ്റെ വലതുഭാഗത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.